പട്ടി പൊട്ടിച്ചോണ്ട് വന്നു കഴിഞ്ഞാ തീർന്നു. എന്തര് മീന് പോയാലും കുഴപ്പമില്ല, അച്ഛക്ക് കയറി വാ. വെട്ടി തളർന്നാ ശിവ? നിന്റെ ചെറിയ നമ്മട്ടി എവിടെ? ഇര കിട്ടിയില്ലേ ഇതുവരെ? കുറെ നേരമായില്ലേ വെട്ടാൻ വന്നിട്ട്? കൊണ്ടുപോകൂലേ ശിവ നിന്നെ? അതില് മറ്റേ ഇരുമ്പ് കെട്ടിക്കണം ബ്ലേഡ്. മാറങ്ങോട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വെള്ളയിലുള്ള ഇരയെല്ലാം ഇവിടെ തോണ്ടി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളെ കുളത്തിലല്ല, വേറൊരു കുളത്തിലാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോണത്. മീൻ കിട്ടുമെന്ന് പറഞ്ഞൂടെ. ഇത്രയും ഇര കിട്ടിയിട്ടുണ്ട്. ഇര തീരണ വരെ ചൂണ്ടയിടും. മീൻ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ വരും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ശിവ നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേന്ന്? അപ്പോൾ നമ്മൾ പകുതി വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛൻ്റെ കടയിൽ തീറ്റ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. എന്താണ് തീറ്റ എന്ന് പറഞ്ഞൂടാ. അച്ഛൻ പറഞ്ഞുണ്ട് ഗായ്സ്, അച്ഛൻ തിന്നാനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ് കവറിങ്? പാറക്കുളം എത്തിയിട്ടുണ്ട്. പാറക്കുളം വേറെ എവിടെയും അല്ല, കുറ്റിച്ചലിന് 2 കിലോമീറ്ററേ ഉള്ളൂ. പാലേക്കോണം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സ്ഥലം നമുക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ, അച്ഛൻ 5 വർഷം മുന്നേ ഈ കമ്പനിയിലാണ് JCB ഓടിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ മുതലാളിയാണ് പ്രതീഷ് മാമൻ. പ്രതീഷ് മാമന്റെ അടുത്ത് നമ്മൾ ചോദിച്ചായിരുന്നു ഒരു ഫിഷിംഗ് വീഡിയോ എടുത്തോട്ടാന്ന്. അപ്പൊ ആ മാമൻ പറഞ്ഞു, ഓ അതിനെന്താ വന്ന് എടുത്തോന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയത്. ഒരുപാട് പഴക്കമുള്ളൊരു പാറക്കോറിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുളത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് മീനിടാം, അല്ല ചൂണ്ടയിടാൻ വരാം. പട്ടി പൊട്ടിച്ചോണ്ട് വന്നു കഴിഞ്ഞാ തീർന്നു. നോക്കൂ, ഇവിടെ ഒരു കോഴി ഫാമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെടി നഴ്സറി ഉണ്ട്. 3 കോഴി ഫാം ഉണ്ട്. മിണ്ടായിരടി. 3 അല്ല 4 കോഴി ഫാം ഉണ്ട്. ഇവിടെ 3, ഇത് അവിടെ 1. ഇത് 3, 4 ഒന്നും അല്ല. നോക്കുന്നുണ്ട്. സോറി 4 അല്ല, 5 എണ്ണം ഉണ്ട്. ഇത് കുഞ്ഞു കോഴികൾ. നല്ല മണമുണ്ട് ഇവിടെയൊക്കെ. എന്താ ശിവ? പിന്നെ ഇഷ്ടം പോലെ കോഴിക്കോ. നമ്മളൊരു അവസാനം കണ്ടെത്തി ഗായ്സ്. ഇതിന്റെ അപ്പുറത്ത് ചെടി നഴ്സറിയാണ് കേട്ടാ. അയ്യോ, അതാ എന്റെ ചൂണ്ടയൊക്കെ അതാ കുടുങ്ങി. ഇവിടെയാണ് അച്ഛൻ പറഞ്ഞത് 3 ആൾ പൊക്കം ഉണ്ടെന്ന്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടും.
കുറച്ച് നിന്റെ തലേന്ന് ചേർണ്ടി കൊടു. രണ്ടുപേരെയും കൂടെ ചുരണ്ടി മതി. അപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞ് ചൂണ്ടയിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. കുരുക്ക് വീണ് എന്തൊരു എന്തൊരു കാണിക്കണ നീ? ഗായ്സ് ഇവിടെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇട്ടോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരു കുന്തവും കയറിയില്ല. നോക്കാം അവിടെയൊക്കെ മീൻ കിടന്ന് അടിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങേ അറ്റത്തെ കരയിൽ പോയി മീൻ ഇടാവുന്നതാണ്. വരൂ പോവാം. എനിക്ക് വേണമെങ്കിൽ നീന്തി പോയി പിടിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ പോവാതെന്ത്? ഞാൻ വേണേ തള്ളി സഹായിച്ചു തരാം. ചൂണ്ട ഇപ്പോൾ പൊട്ടുമല്ലോ. എന്തരേണ കുറച്ച് വെള്ളം കുടിച്ചിട്ട് അപ്പുറത്ത് പോവാം. കിട്ടിയോ ഗായ്സ്? ഓ അതാ അമ്മ അവിടെ വലിയ ചൂണ്ട് മീൻ പിടുത്തത്തിലാണ്. അതിൻ്റെ അകത്ത് വീരല്ലേ? ഇവളത് എന്തിനു കാണിക്കണ? അപ്പൊ അച്ഛന്റെ ചൂണ്ടയിൽ ഒരു ആമയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മണം. എന്തരുത്? ആമയ്ക്ക് ലൂസ് മോഷനാണ് ഗൈസ്. ആമയ്ക്ക് രാവിലെ കഴിച്ച ഫുഡ് ശരിയായില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ലൂസ് മോഷനാണ്. കഴിഞ്ഞ അപ്പൊ അച്ഛന്റെ ചൂണ്ടയിൽ ഒരു ആമയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ആമ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ തിരിച്ചു വിടാൻ പോവേണ്. നമുക്ക് ആമയെ വേണ്ട, അതുകൊണ്ട് തിരിച്ചു വിടാൻ പോവേണ്. എവിടെയാ പശുവാ? കിട്ടിയാ കിട്ടിയാ പോയാ പൊക്കിയിട്. കിട്ടിയാ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. എന്താ വികടി? ചൂണ്ട പൊട്ടൂല. പിന്നെ ചെറിയ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധനം വലുത്. നമ്മളെ കോരി വല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സൈഡിൽ എവിടെയെങ്കിലും വലിച്ചു കയറ്റിയിട്ട് കോരായിരുന്നു. വലിയ സാധനം അവിടെ. താഴെ ഇറങ്ങാൻ പറ്റുമെന്നാണ് നോക്കണം. താഴെ ഇറങ്ങാൻ വലിച്ച് പതുക്കെ കരയിലൂടെ അപ്പം കങ്കൂസിൽ വെട്ടും കൊള്ളും പൊട്ടേഞ്ഞു. ചൂണ്ട അങ്ങ് എത്തിക്കണം. അതാണ് മെയിനായിട്ട്. വലിച്ചു പൊക്കാൻ മതി. ചൂണ്ട എവിടെ കുരുങ്ങിയിട്ടില്ല. അങ്ങനെയൊന്നും പോവില്ല. ആ കല്ലിൽ ഇറങ്ങി ചവിട്ടി അവിടെ നിന്ന് പിടിക്കാം. ഈ കങ്കൂസ് ഇവിടെ ഇങ്ങനെ പിടിച്ചു. നീ അങ്ങോട്ട് വലിച്ചാൽ പിടിച്ചു കൊടുക്കണം. ബലം പിടിക്കല്ലേ? വീഴല്ലേ?
മീന് പോയാലും കുഴപ്പമില്ല, അച്ഛക്ക് കയറി വാ. അതാ മീനിനെ കിട്ടി 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 കിട്ടിയില്ല കിട്ടി. ഇപ്പൊ കിട്ടും. ആ വന്നട്ടെ വന്നട്ടെ. ഓ എടി വിടടി, വിടാൻ ഫുള്ള് വിട്. യെസ്, മിഷൻ കംപ്ലീറ്റ്. ഓ നല്ല ഭംഗിയുള്ള മീനടേ. അത് നേരത്തെ എടുത്തല്ലോ. അയ്യോ മീന് പടയ്ക്കണം. അതിനടുത്ത് ഇങ്ങനെ അറിയച്ചാ. എന്താണ് ഇവിടെ നടക്കുന്നത്? കാണീര്. അച്ഛനെ പിടിച്ച് കയറ്റടി. മീനിനെ കിട്ടിയ പച്ചക്കറി എത്രയായിരുന്നു വെള്ളത്തിന്റെ അടിയില്? ശിവ കണ്ട ശിവ, നീ വാല് മുറിഞ്ഞ അതിന്റെ ചെറിയ ഉടക്കേ ഉള്ളു. കണ്ടേ? എന്നിട്ട് വാ വലിച്ചു നോക്ക്. വേണ്ട ഇത്രയും കീറി, അത്രയും കൂടെ കീറിയാൽ പൊട്ടിപ്പോകും. നല്ല അടിപൊളി മീനാണ് ഗായ്സ്. ഇതിന്റെ വലിപ്പം കണ്ട, വാലൊക്കെ കണ്ടോ, നല്ല ചുമ ഇരിക്കുന്നു. ചോര വന്നിരിക്കുന്നത് അല്ലേ? നല്ല ചെറിയൊരു പിന്നുണ്ട്. ചാടി കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലല്ലോ ഇവിടെ. അതാ പോണേ. എവിടെ പോണ മീനി? നമ്മൾ ആമ ഇവിടെ തിരിച്ചു വിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ. പോയാ മീൻ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ പിടിച്ചിട്ട് വന്നപ്പോഴാണ് ഇവിടുത്തെ കോഴി ഫാമിലെ മാമന്മാർ 2 കോഴികളെ കണ്ടാ. മീനും കിട്ടി, അങ്ങനെ മീനും കിട്ടി, കോഴിയും കിട്ടി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാ. വീട്ടിൽ പോയിട്ട് നമുക്ക് കറി വെക്കണ വീഡിയോ എടുക്കാം. അപ്പോഴത്തേക്ക് ടാറ്റാ. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വൃത്തിയാക്കാം. അപ്പൊ മീനിവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് വരിഞ്ഞ് മസാലയൊക്കെ പുരട്ടി പൊരിച്ചെടുക്കാം. ഇത് ഞാൻ മുഴുവനെ പൊരിക്കാനാണ് ഇരുന്നത്. പക്ഷെ അച്ഛനെയാണെങ്കിൽ ആ ഒരു മാമ വന്ന് വിളിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഞാൻ വരാൻ കുറച്ച് താമസിക്കും, അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പീസ് എനിക്ക് മാറ്റി വെച്ചിരുന്നത്, അത് എനിക്ക് കുറച്ച് ചൂടോടെ തിന്നണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇത്രയും വേണ്ടി അച്ഛന് വേണ്ടി മാറ്റി വെക്കാൻ പോവേണം. എന്നിട്ട് നമുക്ക് ഇത്രയും പൊരിച്ച് തിന്നിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. മീനൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ആമിയെ ശിവനെ കൂടെ വിളിക്കാം. ആമി, ശിവ, ഇത് നോക്കിയത് എങ്ങനെയുണ്ട്? അടിപൊളി മീനാണ്. അച്ഛനാണ് കഷ്ടപ്പെട്ട് പിടിച്ചത്. അച്ഛൻ തിന്നാനായിട്ട് എത്തിയില്ല. അച്ഛനോട് മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.